ആർക്ക് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ കേരളത്തിൽ പ്രവേശനത്തിലുള്ള നാഷണൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും. 2 സെഷനായിട്ട് ഈ വർഷം പരീക്ഷ നടത്തും. നേരത്തെ 3 സെഷൻ ഉണ്ടായിരുന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഈ വർഷം കാലാവധി, ഈ വർഷം കിട്ടുന്ന സ്കോറിന് കാലാവധി ഈ വർഷം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ മാർക്ക് നമ്മുടെ പെർസെൻറ്റേജ് സ്കോറും അതിൽ രേഖപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷന് പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് എ ഒരു ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അതുപോലെ പാർട്ട് ബി കമ്പ്യൂട്ടർ ബേസ്ഡുള്ള അഡാപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ വർഷം 2 ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. നിങ്ങൾ 2 ഘട്ടം വേണമെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. എന്നാൽ ഏറ്റവും ബെസ്റ്റ് സ്കോറേ എടുക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം 3 സെഷൻ ഉണ്ടായിരുന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കുക. അതിലെ പരീക്ഷകൾ ഈ വർഷത്തെ 1ാമത്തെ സെഷൻ ഏപ്രിൽ 4 മുതൽ ജൂൺ 13 വരെയും 2ാം ഘട്ടം പരീക്ഷ ഓഗസ്റ്റ് 7, 8 എന്നീ തീയതികളിലുമായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സെഷനും എഴുതാൻ പറ്റും. ബെറ്റർ സ്കോറേ എടുക്കുകയുള്ളൂ എന്ന് പ്രത്യേകത കൂടിയുണ്ട്. അപേക്ഷാ ഫീസ് പ്രത്യേകം കൊടുക്കേണ്ടി വരും. അപേക്ഷാ ഫീസ് 1750 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ. എന്നാൽ SC/ST ഡിസബിലിറ്റിയുള്ളവർക്കും EWS കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ 1150 രൂപ മതി. കേരളത്തിന് പുറത്തുള്ളവർക്ക് 15,000 രൂപയാണ് ഫീസ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. കേരളത്തിലെ 9 എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതോടെ യോഗ്യത കൊണ്ടുള്ള ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച് 45% മാർക്കോടെ +2 പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കെമിസ്ട്രി പഠിക്കാൻ നിർബന്ധമില്ല. കമ്പ്യൂട്ടർ സയൻസോ ബയോളജി ആയാലും മതി എന്ന കാര്യം ഓർമ്മിക്കുക. ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്നവർക്കും താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതായത് നമുക്ക് 45% മാർക്കോടെ ഡിപ്ലോമ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം, അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന പ്രത്യേകതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, കേരളത്തിലെ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളും ആർക്കിടെക്ചർ കോളേജുകളിലും BR കൺവെൻഷൻ നാറ്റ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും. എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NIT-കളിലാണെങ്കിൽ JEE മെയിൻ അടിസ്ഥാനമാക്കിയ എന്ന കാര്യം കൂടി ഉണ്ട്. അത് ഇക്കാര്യത്തിൽ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഇനി എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 4 മുതൽ ജൂൺ 13 വരെയുള്ള ഫ്രൈഡേകളിലും സാറ്റർഡേകളിലും ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ 1 സെഷനേ ഉണ്ടാവുള്ളൂ. സാറ്റർഡേകളിൽ 2 സെഷൻസ് ഉണ്ടാവും. അതുപോലെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, 2025 നിങ്ങൾ സ്കോർ നേടുകയും കോഴ്സ് ചേരാൻ പറ്റുകയും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കൂടി ആ സ്കോർ ഉപയോഗിക്കാൻ അവസരം തരും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപേക്ഷിക്കാനായിട്ട് ഫ്രൈഡേ ടെസ്റ്റ് തൊട്ട് മുമ്പുള്ള മൺഡേ വരെയും സാറ്റർഡേ ടെസ്റ്റ് തൊട്ട് മുമ്പുള്ള വെനസ്ഡേ വരെയും അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അഡ്മിഷൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും. പരീക്ഷ കഴിഞ്ഞ് 7 ദിവസത്തിനകം റിസൾട്ട് കാർഡും ലഭിക്കുന്നതായിരിക്കുന്ന പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇതേപോലെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് www.nata.in സൈറ്റ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.